ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന തക്കാളി അവിയലാണ് നിങ്ങൾ കാണുന്നത്. നല്ലൊരു നാടൻ അവിയലാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു തക്കാളി അവിയൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അവിയൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, വീട്ടിൽ വേറെ വെജിറ്റബിൾസ് ഒന്നുമില്ല, തക്കാളിയും സവാളയും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കിക്കോളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ്. എന്തായാലും ചോറിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ. അപ്പോൾ ഇന്നത്തെ കറി ഇത് തന്നെ ആവട്ടെ. നമ്മുടെ തക്കാളി അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ നല്ല പഴുത്ത 4 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഞാനിപ്പോൾ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 1/2 കപ്പ് തേങ്ങ മതി 4 തക്കാളിക്ക്. തക്കാളി കുക്കായി വരുമ്പോൾ അളവ് കുറയും, അതുകൊണ്ടാണ് 1/2 കപ്പ് തേങ്ങ എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ വേണമെങ്കിൽ കൂടുതൽ തേങ്ങ ചേർക്കാം. ആദ്യം നമുക്ക് തക്കാളി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം, സവോള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. പച്ചമുളക് അരയ്ക്കാനും എടുക്കുന്നുണ്ട് ഞാൻ, തക്കാളിയുടെ കൂടെ വേവിക്കാനും എടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുണ്ടെങ്കിലേ നമ്മുടെ ഈ ഒരു അവിയലിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് പച്ചമുളകിൻ്റെ എണ്ണം കൂടുതലെടുത്തത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചെടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് മെയിനായിട്ട് കറിവേപ്പിലയും പച്ചമുളകും, കറിവേപ്പിലയും നല്ല പച്ച വെളിച്ചെണ്ണയുമാണ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ അവിയൽ ദാ എന്ന് പറയുമ്പോൾ റെഡി ആയി കിട്ടും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു തിക്നെസ്സിലാണ് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തക്കാളി വേഗം ഉടഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ സവോള തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് വേണം വയ്ക്കാൻ. അപ്പോൾ നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചട്ടിയിലോ പാനിലോ ഏതിലോ വേണമെങ്കിലും ഇതെല്ലാം വേവിക്കാൻ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ സവോള ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 3 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട, തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക, ഒരു തണ്ട് കറിവേപ്പിലയൊക്കെ ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി സവോളയും നന്നായിട്ട് ഇളക്കി ചേർത്ത് മിക്സ് ചെയ്യാം. ഇതൊന്ന് വേവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് തൈര് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഹാഫ് കുക്കാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം കേട്ടോ. ഞാൻ തൈര് ചേർക്കുന്നില്ല, എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ്. പിന്നെ തൈരും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഓവർ പുളിയായിപ്പോവും. അപ്പോൾ തക്കാളി അവിയൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ തൈര് ചേർക്കുന്നില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് തൈര് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒട്ടും പുളിയില്ലാത്ത തൈര് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം, അതിൽ കൂടുതൽ ചേർക്കണ്ട. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ചട്ടിയിൽ പിടിക്കരുത്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിത് അടച്ചു വയ്ക്കട്ടെ, അതിനുശേഷം നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇതെങ്ങനെ ഒരുമിച്ചാക്കിയിട്ട് തന്നെ അടച്ചു വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് അരപ്പിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2-3 ഇതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യൂമിൻ സീഡ്സും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമ്മുടെ അവിയലിൻ്റെ പാകത്തിന് തരിതരിപ്പായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. പിന്നെ നിങ്ങൾ നമ്മുടെ തക്കാളിയിൽ തൈര് ചേർത്തിട്ടില്ലെങ്കിൽ ഇതിലേക്ക് വേണമെങ്കിലും തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കണം എന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്കിത് ഒതുക്കിയെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ അവിയലിൻ്റെ പാകത്തിൽ ഞാനൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി എന്തായി നോക്കാം. നമ്മൾ ആ അരപ്പ് അരയ്ക്കുന്ന സമയം മാത്രമേ ഞാനിത് അടച്ചു വെച്ചിട്ടുള്ളൂ. ഇത് കണ്ടോ, വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വെള്ളം തക്കാളിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. 5 മിനിറ്റിൽ കൂടുതൽ കുക്ക് ചെയ്യണ്ട കേട്ടോ. 5 മിനിറ്റിൽ കൂടുതൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളിയൊക്കെ വല്ലാതെ ഉടഞ്ഞു പോവും. അപ്പോൾ 5 മിനിറ്റ് വരെ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ നമ്മളൊന്ന് ഇളക്കി കൊടുത്തേക്കുക. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ അവിയലിൻ്റെ അരപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 4 ഉള്ളിയും കൂടി നമ്മുടെ അരപ്പ് റെഡിയായി വരുമ്പോൾ ആ തേങ്ങയിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഞാനിപ്പോൾ 4 ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ അവിയലിൻ്റെ അരപ്പ് പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും കുക്കായാൽ മതി. നിങ്ങൾക്ക് നന്നായിട്ട് ഉടയണമെന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കാം. ഞാൻ ഇത്രയും കുക്കാക്കി എടുക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി അവിയലിൽ ടേസ്റ്റ് ഉണ്ടാവില്ല.
ഇനിയിപ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കുക. ഉള്ളി ചേർക്കാൻ മറക്കരുത് കേട്ടോ, ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് ഉള്ളി മസ്റ്റാണ് എല്ലാ അവിയലിൻ്റെ അരപ്പിലും. സാധാരണ അവിയലാണെങ്കിൽ നമ്മൾ തൈര് അല്ലെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ പുളി ചേർക്കും. പക്ഷേ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ അത് സ്കിപ്പ് ചെയ്തത്. ഇനി ഈ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെക്കണം. ആ അരപ്പിൻ്റെ ഒരു പച്ചപ്പുണ്ടല്ലോ, ആ ഒരു റോ ടേസ്റ്റ്, ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ അതൊന്ന് മാറി കിട്ടാനായിട്ട് ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വീണ്ടും ഒരുമിച്ചാക്കി അടച്ചു വയ്ക്കുക. വളരെ സിമ്പിളല്ലേ? ഇപ്പോൾ തന്നെ നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി ഒന്ന് ഈ റോ ടേസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിയലിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ വേറെ കറികൾക്ക് പച്ചക്കറികളൊന്നും വീട്ടിലില്ലാത്ത ദിവസമാണെങ്കിൽ ഇതുപോലൊരു അവിയൽ ഉണ്ടാക്കി നോക്കൂ. എളുപ്പത്തിൽ ചോറ് കഴിക്കാം. കുറച്ച് തൈരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒഴിച്ചേറിയോ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ പപ്പടം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പപ്പടത്തിൻ്റെ കൂടെ ചേർത്തും ഈ ഒരു അവിയൽ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. നല്ലൊരു കോമ്പിനേഷനാണ്. വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സൂപ്പറായിട്ട് ചോറുണ്ണാം. അതുപോലെ തന്നെ ചോറിന് നല്ലൊരു സൈഡ് ഡിഷാണ്. ഉണ്ടാക്കാൻ വളരെ ഈസി അല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെ കാണുന്ന, ഈ ചട്ടിയുടെ താഴെ കാണുന്നല്ല, ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മുടെ അവിയൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. തക്കാളിയൊക്കെ ഉടങ്ങി. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് ഉപ്പ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത കാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉപ്പ് കുറവാണ് കേട്ടോ, ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്താണ്. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ ഇല്ലയോ, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിനി കുറച്ച് കറിവേപ്പില ഇതുപോലെ കയ്യിലൊന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. ആ കറിവേപ്പിലയുടെ നല്ലൊരു മണവും ഗുണവും ഒക്കെ നമ്മുടെ അവിയലിന് കിട്ടാനാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കുറച്ച് കുഴഞ്ഞിരിക്കുന്ന ഒരു അവിയലാണ് തക്കാളി അവിയൽ. എല്ലാവർക്കും അറിയാമല്ലോ, തക്കാളി വേവിക്കുമ്പോൾ കുഴഞ്ഞു പോകും. വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കുഴഞ്ഞു പോകും. കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിക്കുക. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടാണ് കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും പരിപാടി. ഇനി ഇതുപോലെ തന്നെ അങ്ങോട്ട് അടച്ചു വയ്ക്കുക. ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ ചൂടൊക്കെ കംപ്ലീറ്റ് മാറി കഴിയുമ്പോൾ എടുക്കുക, കഴിക്കുക. അത്രയുള്ള പരിപാടി. ചൂടോടുകൂടി കഴിക്കരുത്, ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് കഴിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.